നമ്മൾ ഈ വില നോക്കിയിട്ട് വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നിങ്ങൾ ധൈര്യം ചെക്ക് ചെയ്തിട്ട് എടുത്തോളി. ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി വൃത്തി ഉണ്ടെന്ന് തന്നെ പറയാം, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ മെക്കാനിക്കലി വൃത്തിയുണ്ട്, ബോഡിപരമായിട്ടും വൃത്തിയുള്ള വണ്ടിയാണ്. 2008 മോഡൽ വണ്ടിയാണ്. ഇത് 2028 പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. എഞ്ചിനൊക്കെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും, ഒരു നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാട്ടോ. ഇത് 2015 1 ലക്ഷം കിലോമീറ്ററോടെ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉണ്ട്, ഒരു സാധനം പുറത്തുനിന്ന് മാറ്റില്ല, കമ്പനിയിൽ നിന്ന് മാത്രം സർവീസ് ഉള്ള വണ്ടിയാണ്. W80 ആണ്, ഫുൾ ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഡീസലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ഇത് ഫുള്ള് ലോണിൽ കൊടുക്കുന്ന വണ്ടിയാണ്, ഡീസലാണ്, മാനുവലാണ്. അപ്പോൾ നല്ല മൈലേജും കിട്ടും, മൈലേജ് പ്രീമിയം വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നിസാന്റെ മൈക്ര ഇറങ്ങിയ ഏറ്റവും ഭംഗിയുള്ള കളർ എന്ന് വെച്ചാൽ നിസാൻ മൈക്രയിൽ റെഡ് കളറാണ്. അതിലും ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ, 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പിന്നെ AC പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത്. നമുക്ക് വാഹനത്തിന്റെ എഞ്ചിൻ റൂമും കൂടി നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലുള്ള എഞ്ചിൻ റൂം ആട്ടോ. അപ്പുറമൊന്നും ഒരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല. ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാട്ടോ. നല്ല ലെഗ് റൂം വരുന്നുണ്ട്, അതേപോലെ പുറകിലേക്ക് AC വിൻഡോ വരുന്നുണ്ട്, സീറ്റ് കവർ അടിപൊളിയാണ്, അതേപോലെ ആംറസ്റ്റ് വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോ വരുന്നുണ്ട്. നല്ല മൈലേജ് ആണ് വാഹനത്തിന്. 20 മുതൽ 25, 26, 28 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. RPM കറക്റ്റ് നോക്കി ഓടിക്കുകയാണെങ്കിൽ 25ന്റെ മുകളിൽ നിങ്ങൾക്ക് പെർ ലിറ്റർ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 4.25 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന 2015 മോഡൽ 77,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ആണ് പരിചയപ്പെട്ടത്. കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന. നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഓട്ടോ ഡിലക്സ് യൂസ്ഡ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാലോ, ഇങ്ങോട്ടും നോക്കി നിങ്ങളെ ഓട്ടോ ഡിലക്സിൽ ഇന്ന് ഏകദേശം 82ഓളം വണ്ടികളുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 5-8 വണ്ടികളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഞാൻ ഇതിൽ 3 നമ്പർ കൊടുക്കുന്നുണ്ട്. ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ആളെ വിളിച്ചാൽ കിട്ടും. അഥവാ ഏതെങ്കിലും തിരക്കേണ്ടി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഏത് വാഹനത്തെ കുറിച്ച് വേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വെറും 55,000 രൂപ മുതൽ വില വരുന്ന വാഹനങ്ങൾ തൊട്ട് ഏകദേശം 20 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന വാഹനങ്ങൾ വരെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വണ്ടി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിലും ഓട്ടോ ഡിലക്സിലുള്ള നമ്മുടെ യൂസർക്കാരിലുള്ള ഏത് വാഹനത്തെ കുറിച്ച് അറിയാൻ പറ്റും. അതേപോലെ പറയാനുള്ള കാര്യം, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഓട്ടോ ഡിലക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. മേൽമുറി ആലത്തൂർപ്പടിയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് വെറും 77,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ജനറേഷനിൽ വരുന്ന സ്വിഫ്റ്റ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ഡീസലാണ്, കറക്റ്റ് സർവീസും ഉണ്ട്, യാതൊരുവിധ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. ടയർ നോക്കാൻ ഒരു 70%, 60% റേഞ്ചിൽ 4 ടയർ ഓടാനുണ്ട്. പിന്നെ അലോയില് കാര്യങ്ങളൊന്നും വരുന്നില്ല. സൈഡ് മിററിന്റെ കാര്യം വരികയാണെങ്കിൽ ഇത് ഫോൾഡബിൾ സൈഡ് മിററാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ബോഡിന്റെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്, ഗ്രേ കളറിലാണ്. ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു ഡോറ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് വന്നിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റും. ടോട്ടൽ ലോസും ഇല്ല, ഫ്ലഡും ഇല്ല, ഫുൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഡീസൽ വണ്ടി സ്വിഫ്റ്റിന് വരുന്നുണ്ട്. നല്ല നീറ്റാണ് വണ്ടി. ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല വാഹനങ്ങൾ ഓടിച്ചൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റും. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ കമ്പനി കയറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ. വാഹനത്തിന് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട്. നല്ല പാർസൽ ട്രേ, അതേപോലെ തന്നെ ലെഗ് റൂം ഒക്കെ വരുന്നുണ്ട്. നല്ല സുഖ യാത്ര നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആകെ 77,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വണ്ടി ഇപ്പോൾ നമ്മുടെ യാർഡിലുണ്ട്. അതേപോലെ ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 4.25 ലക്ഷം റുപ്യാണ്. വണ്ടിന്റെ എഞ്ചിൻ റൂം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ല വൃത്തിയിലാണുള്ളത്. അപ്രോണ് രണ്ടും കൂടെ നോക്കി നല്ല നീറ്റാണ്. പിന്നെ വർക്കിംഗ് കണ്ടീഷനായ ബാറ്ററി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എഞ്ചിന് യാതൊരുവിധ കംപ്ലൈൻറ്റും നിലവിലില്ല. നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 4.25 റുപ്യ ചോദിക്കുന്ന വണ്ടിയാണ്. ഇതിനൊരു 4.25 ലക്ഷം റുപ്യ റേഞ്ചിലൊക്കെ ബാങ്ക് ലോൺ കിട്ടുന്ന വണ്ടിയാട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 4.25 ലക്ഷം റുപ്യ ആസ്കിംഗ് പ്രൈസ് വരുന്ന 2015 മോഡൽ 77,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ആണ് പരിചയപ്പെട്ടത്. കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. ഹോണ്ടയുടെ ഡീസൽ വാഹനമാണ്. ഹോണ്ടയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല മൈലേജ് ആണ് വാഹനത്തിന്. 20 മുതൽ 25, 26, 28 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. RPM കറക്റ്റ് നോക്കി ഓടിക്കുകയാണെങ്കിൽ 25ന്റെ മുകളിൽ നിങ്ങൾക്ക് പെർ ലിറ്റർ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം കേട്ടോ. അതേപോലെ വണ്ടിക്ക് പ്രത്യേകിച്ച് മേജറായിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രാ ഫീലിംഗ് ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ WRV എന്ന് പറഞ്ഞ ഓപ്ഷനിൽ WRV എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള VX ഓപ്ഷനിൽ, അതായത് ഏറ്റവും
ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് മുതൽ സൺറൂഫ് വരെ വരുന്ന വണ്ടിയാട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ ഒരു മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ളൂ. അതേപോലെ അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മിററൊക്കെ ഫോൾഡബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. നല്ലൊരു റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് കാണുമ്പോൾ മനസ്സിലാക്കാം അതിന് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2018 മോഡൽ വണ്ടിയാണ്. 7,90,000 ആസ്കിംഗ് പ്രൈസ് വരുന്ന വാഹനമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. 7 ലക്ഷത്തിന് മുകളിൽ ഈ വണ്ടിക്ക് ബാങ്ക് ലോൺ കിട്ടും. നല്ല മൈലേജ് ഉള്ള വലിയ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാട്ടോ. ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, താഴെ ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ്. ടെയിൽ ലാമ്പ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഓടിക്കാൻ നല്ല സുഖമാട്ടോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കാൻ ധൈര്യമായിട്ട് എടുത്തോളി. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഉള്ളിൽ നോക്കി നിങ്ങൾ നല്ല ലെഗ് റൂം വരുന്നുണ്ട്, കാലൊക്കെ നീട്ടിയിരിക്കാൻ പറ്റും. പാർസൽ ട്രേ വരുന്നുണ്ട്, അടിപൊളി സീറ്റ് കവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ടിൽറ്റബിൾ ഷെയറിംഗ് ആണ്. എയർ ബാഗ് വരുന്നുണ്ട്, AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ റൂമിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ അപ്പുറമൊന്നുമില്ല. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. നോക്കി നിങ്ങൾ അപ്രോണ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റാണ്. അതേപോലെ ബാറ്ററി വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം. മൈലേജിന്റെ കാര്യത്തിൽ യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വണ്ടി കേട്ടോ. 2018 മോഡല് 7,90,000 ആസ്കിംഗ് പ്രൈസ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിൽ, ഇതുകൂടാതെ ജാസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് ഹോണ്ടയുടെ ഡീസൽ വണ്ടികൾ, ഹോണ്ട അമേസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏത് വാഹനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഒരു ഓട്ടോമാറ്റിക് ഡീസലാണ്. ഇത് സ്കോഡ റാപ്പിഡ് അംബിഷൻ ആണ്. DST ഓട്ടോമാറ്റിക്കലി വരുന്ന ഡീസൽ അടിപൊളി വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ ഭംഗി കാണാൻ തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ്. നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു 60-70% ഓടുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനി അലോയ് വീൽ വരുന്നുണ്ട്. സൈഡ് മിറർ ഫോൾഡബിൾ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ നല്ല വൃത്തിയിലാണ് ബോഡി ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അതേപോലെ ഡീഫോഗർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നുണ്ട്. നല്ല ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക്. അതേപോലെ വാഹനത്തിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ പുറകിലേക്ക് AC വിൻഡോ വരുന്നുണ്ട്. സീറ്റ് കവർ അടിപൊളിയാണ്. അതേപോലെ ആംറസ്റ്റ് വരുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോ വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക് ബട്ടൺ, അതേപോലെ ഫോൾഡബിൾ സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റുകൾ, എയർ ബാഗ് വരുന്നുണ്ട്, AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആകെ 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ് ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആണ്. DST ഓട്ടോമാറ്റിക് ആണ് വാഹനത്തിന് വരുന്നത്. ഡീസലാണ്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയ ഒരു വണ്ടി കൂടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ. വണ്ടിക്ക് 7,00,000 റുപ്യ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. നിലവിൽ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ ഇല്ലാത്ത വണ്ടിയാണ്. വൃത്തിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വണ്ടി 2013 മോഡൽ VDI ഓപ്ഷനിൽ വരുന്ന ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഇത് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ. നല്ല നീറ്റായിട്ടാണ്. ബമ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും അധികം ചെയ്യാത്തൊരു വണ്ടിയാണ്. ടയർ ആവറേജ് ടയർ ഓടാനുള്ള അല്ലെ വീൽ കാര്യങ്ങൾ വരുന്നില്ല. നല്ല അടിപൊളി വീൽ കപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സൈഡ് മിററിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്, ഡ്രൈവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ രൂപത്തിലാണ് മിറർ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ വണ്ടിയുടെ ബോഡി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തുരുമ്പ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഡെന്റിങ് ഒന്നും കാര്യമായിട്ട് ചെയ്യാത്ത വണ്ടിയാണ്. അപ്പം ഇത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാട്ടോ. പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കംപ്ലൈൻറ്റും കാര്യങ്ങളും നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത്. നീറ്റായിട്ട് തന്നെയാണ്. ചെറിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടൈൽ ലാമ്പൊക്കെ വെച്ചാൽ എല്ലാം ഭംഗിയിൽ തന്നെയാണ് ഉള്ളത്. പുറകിലെ ടയറും ആവറേജ് ടയർ ഓടാനുള്ളൂ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ ഒന്നും ഇടേണ്ട. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ വാഹനത്തിനുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോ വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക് ബട്ടൺ, ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഡോറുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കൂടി നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലുള്ള എഞ്ചിൻ റൂം ആയിട്ട്. അപ്പുറമൊന്നും ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല.
ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാട്ടോ. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, വേറെ യാതൊരുവിധ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒക്കെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. 1.30 ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടിക്ക് വില വരുന്നത് 3,60,000 റുപ്യാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഒരു 3 ലക്ഷത്തിന് മുകളിലൊക്കെ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ബാങ്ക് ലോണും കിട്ടും. നല്ല വൃത്തിയുണ്ട് വണ്ടി. അപ്പോൾ ധൈര്യമായിട്ട് വന്നെടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നിസാന്റെ മൈക്ര ഇറങ്ങിയ ഏറ്റവും ഭംഗിയുള്ള കളർ എന്ന് വെച്ചാൽ നിസാൻ മൈക്രയിൽ റെഡ് കളറാണ്. അതിലും ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കറക്റ്റ് സർവീസ് ഉണ്ട്. ഒരു ആക്സിഡന്റും റീപ്ലേസോ വണ്ടിക്ക് വന്നിട്ടില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 60 മുതൽ 80% ഓളാണ് 4 ടയർ വരുന്നുണ്ട്. സൈഡ് മിററൊക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിററാണ്. വണ്ടിന്റെ ബോഡി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ടച്ചപ്പ് കാര്യങ്ങൾ ഇത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചാണ്. വെറും 45,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ. വാഹനത്തിന്റെ പുറകിലേക്ക് വരുമ്പോൾ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയും കൂടിയാണ്. നല്ല നീറ്റാണ്. സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. അതിന്റെ ജെനുവിൻ സീറ്റാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ലെഗ് റൂം വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ AC, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റുകൾ. അതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റാണ്, എയർ ബാഗ് ഉണ്ട്. അതേപോലെ ബട്ടൺ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. ടിൽറ്റബിൾ ആണ്, ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്, പെട്രോൾ ആണ്. 15 കിലോമീറ്റർ ആവറേജ് മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. 5,60,000 റുപ്യ ആസ്കിംഗ് പ്രൈസ് വരുന്ന വാഹനമാണ് കേട്ടോ. വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കിയെങ്കിൽ നല്ല നീറ്റാണ്. നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടി ഉള്ളത് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് വണ്ടി ഉള്ളത്. നോക്കിയാൽ നല്ല നീറ്റായ എഞ്ചിൻ റൂമാണ്. 5,60,000 ചോദിക്കുന്ന വില. ഏകദേശം 5 ലക്ഷം റുപ്യേന്റെ റേഞ്ചൊക്കെ ബാങ്ക് ലോൺ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെടുത്തുണ്ട്. 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ വരുന്ന മൈക്ര ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ഓട്ടോ ഓടിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം വേഗം വിളിച്ചോളൂ. നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വണ്ടി ഇത് ഫുള്ള് ലോണിൽ കൊടുക്കുന്ന വണ്ടിയാണ്. ഡീസലാണ്, മാനുവലാണ്. അപ്പോൾ നല്ല മൈലേജും കിട്ടും. അതിൽ പ്രീമിയം വണ്ടിയാണ്. ഒരു ഉറുപ്പ്യ മുടക്കേണ്ട, ഫുള്ള് ലോണിൽ കിട്ടും. ചിലപ്പോൾ പൈസ അങ്ങോട്ടും ഉണ്ടാവും. കാരണം മാർക്കറ്റ് വിലയേക്കാൾ ഈ വണ്ടി വില കുറച്ചാൽ കൊടുക്കണം കേട്ടോ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി സിയാസ് ആണ്. ZDI പ്ലസ് ആണ്. സിംഗിൾ ഓണറാണ് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി. വണ്ടിയുടെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെയാണ്. കറക്റ്റ് ഹിസ്റ്ററി കിട്ടും. നിങ്ങൾക്ക് ഫുള്ള് ചെക്ക് ചെയ്താൽ കിട്ടും. പിന്നെ ടയറൊക്കെ ഒരു 60-70% ഓടുള്ള ടയർ അലോയിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ്. നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കൊക്കെ വാങ്ങിക്കൊണ്ടാകാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ്. മറ്റേ മേജർ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാട്ടോ. പുറകിൽ ഡീഫോഗർ വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ആണ്. ഏകദേശം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെഡാൻ വണ്ടിയാണ് സിയാസ് എന്ന് പറഞ്ഞത്. വാഹനത്തിന് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റാണ് കേട്ടോ. കീറലോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. പുറകിലേക്ക് AC വിൻഡോ വരുന്നുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫ്രണ്ടിലേക്ക് നോക്കി നിങ്ങൾ AC ഉണ്ട്, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോൾഡബിൾ സൈഡ് മിറർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിററാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റാണ്. എയർ ബാഗ് വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നല്ല നീറ്റ് വണ്ടിയാണ്. വാഹനത്തിന്റെ എഞ്ചിൻ റൂമും കൂടി കാണിച്ചു തരാം. നല്ല വൃത്തിയുണ്ട്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ഫുള്ള് ലോണിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യം എടുക്കും. നോക്കി അപ്രോണ് കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിൽ നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ എന്താണ്. അതുപോലെ എഞ്ചിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ 10-20 കിലോമീറ്റർ ഒക്കെ ഓടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. നല്ല വണ്ടിയാണ്. വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ്. കമ്പനി കയറ്റിയിട്ട് നിങ്ങളുടെ നാട്ടിലെ മെക്കാനിക്കിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ വിളിച്ചാൽ മതി. 2015 മോഡൽ ZDI പ്ലസ് സിംഗിൾ ഓണർ സിയാസ് ഡീസലാണ്, മാനുവലാണ് കേട്ടോ. അപ്പോൾ വണ്ടിയെ പറ്റി അറിയാൻ വേണ്ടി വേഗം നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തൊരു ഡീസൽ റിഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് 2013 മോഡൽ VDI ഓപ്ഷനിൽ വരുന്ന റിഡ്സ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിക്ക് മേജർ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്താണ്. ബോഡിയൊക്കെ നോക്കി നിങ്ങൾ ആ ബോഡി ലൈനിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 60% റേഞ്ചിൽ ഒരു പൗതിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുള്ളത്. പിന്നെ വാഹനത്തിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതാണ്. ചെറിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ്. വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂമാണ്. ഹൈറ്റ് കൂടിയ സീറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്.
അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ വണ്ടീൻ്റെ എഞ്ചിൻ റൂമൊക്കെ നോക്കി നിങ്ങൾ അപ്രോണ്ടൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. 3.4 ലക്ഷം റുപ്യ ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. 2013 മോഡൽ VDI ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ 2024 പുതിയ ആമറോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അടിപൊളി വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി മലപ്പുറം ഓട്ടോ ഡീലക്സിലാണുള്ളത്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ഇതുകൂടാതെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടീൻ്റെ വിശേഷങ്ങൾ നോക്കട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്നത് മഹേന്ദ്രയുടെ XUV 500 അല്ലെങ്കിൽ 500 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനായ W2, W4, W6 ഒക്കെ കഴിഞ്ഞ് W8 ഏറ്റവും ഫുൾ ഓപ്ഷൻ 2015 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ. കാരണം 2016 മുതൽ W10 ഒക്കെ വന്നു തുടങ്ങിയാണ്. 2015 W8 വരുന്ന വണ്ടിയാണ്. പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് 4 ടയറും പുത്തൻ ടയർ വാങ്ങി നേരെ യാർഡിലേക്ക് കൊണ്ടുവന്നതാണ്. 99% ഓടാനുള്ള ടയർ 4 പക്ക കമ്പനി അടിപൊളി ടയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ സംഭവിക്കാത്ത ക്വാളിറ്റി വണ്ടിയാണ്. അടിപൊളി ഫൂട്ടറിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളത്. ഡീഫോഗർ വരുന്നുണ്ട് പുറകിൽ. അതേപോലെ തന്നെ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ബൂട്ട് സ്പേസ് ആണ് വളരെ കുറഞ്ഞ ചെറിയൊരു ബൂട്ട് സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പം പുറകിലുള്ള സീറ്റിനെ മടക്കി വെച്ചാലാണ് ശരിക്കും ഇതിനൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇത് 2015 1 ലക്ഷം കിലോമീറ്ററോടെ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉണ്ട്. ഒരു സാധനം പുറത്തുനിന്ന് മാറ്റിയുള്ള കമ്പനിയിൽ നിന്ന് മാത്രം സർവീസ് ഉള്ള വണ്ടിയാണ്. W8 ആണ്. ഫുൾ ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഡീസലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. സീറ്റിനെ മടക്കി വെച്ചിട്ട് പുറകിലേക്ക് കയറാൻ ആംറസ്റ്റ് വരുന്നുണ്ട്. നല്ല വലുപ്പമുള്ള ലെഗ് റൂം വരുന്നുണ്ട്. നല്ല ലക്ഷറി യാത്ര ഫീൽ ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റാറിംഗ്, 4 പവറിൻ്റെ സെൻട്രൽ ലോക്ക്, ഫോൾഡബിൾ സൈഡ് മിറർ, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, എയർ ബാഗ്, അതേപോലെ ഒരുപാട് കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 1 ലക്ഷം കിലോമീറ്ററാണ് ഓടിയത്. ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ്. മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. എഞ്ചിൻ റൂം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റായിട്ടാണ് എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്കൊന്ന് വന്ന് നോക്കി നിങ്ങൾ. നല്ല നീറ്റാണ്. 7 ലക്ഷം ഉറുപ്പിട്ട ഒരു വണ്ടിക്ക് ചോദിക്കണ വില 6-6.5 ലക്ഷം ഉറുപ്പിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ വണ്ടിക്ക് ബാങ്ക് ലോണും അവൈലബിൾ ആണ്. അടിപൊളി വണ്ടിയാണ്. 2015 മോഡൽ W8 ആണ്. W6, W4 കൂടുതൽ വാഹനങ്ങൾ നമ്മൾ കാണാറില്ല. അതാകുമ്പോൾ നല്ല വിലയിൽ വ്യത്യാസം വരും. ഇത് W8 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. മാത്രമല്ല യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളില്ല. മേജർ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി മലപ്പുറം ഡീലക്സ് ഓട്ടോ ഡീലക്സിലാണ് വണ്ടി ഉള്ളത്. അപ്പം വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ വാഹനം കൂടി പരിചയപ്പെടുക കേട്ടോ. ഇത് 2008 മോഡൽ. അതായത് 2005 സ്വിഫ്റ്റ് ഇറങ്ങാൻ തുടങ്ങി. 2006 മുതൽ ഡീസൽ ഇറങ്ങാൻ തുടങ്ങി. 2008 മോഡൽ വണ്ടിയാണ്. ഇത് 2028 പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. എഞ്ചിനൊക്കെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും. ഒരു നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. നിലവിൽ വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 1.95 ചോദിക്കുന്നുണ്ട്. ചെറിയ ഇതിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിനുള്ള സാധനം വണ്ടിയുണ്ട് കേട്ടോ. ടയറൊക്കെ അത്യാവശ്യം ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ സൈഡ് മിറർ ആണെങ്കിലും മറ്റ് ബോഡി പാർട്സ് ആണെങ്കിലൊക്കെ പില്ലർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരുവിധ കംപ്ലൈൻറ്റ് ഇല്ല. പിന്നെ മേജർ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ പഴയ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത സംഗതികൾ അതൊക്കെയാണ്. നമ്മൾ ഈ വില നോക്കിയിട്ട് വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാവും. ഇത് വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നിങ്ങൾ ധൈര്യം ചെക്ക് ചെയ്തിട്ട് എടുത്തോളി. ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി വൃത്തി ഉണ്ടെന്ന് തന്നെ പറയാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ മെക്കാനിക്കലി വൃത്തിയുണ്ട്. ബോഡിപരമായിട്ടും വൃത്തിയുള്ള വണ്ടിയാണ്. വാഹനത്തിന് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവറൊക്കെ പാർട്ടി അടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ഒരു ഉറപ്പ് നിങ്ങൾ മുടക്കണ്ട. അതേപോലെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ ആണ്. അതേപോലെ നമുക്ക് എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 അപ്രോണ് നോക്കി നിങ്ങൾ യാതൊരുവിധ തട്ടലോ മുട്ടലോ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം പഴയ വണ്ടി നോക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത സംഗതി ഇതൊക്കെയാണ്. പഴയ വണ്ടി ചിലപ്പോൾ തട്ടിയതൊക്കെയാണ്. ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ പാനൽ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ പക്ക ഒറിജിനൽ അന്ന് ഇറങ്ങിന് അതേമാതിരി. പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ നല്ല വൃത്തിയുണ്ട്. പഴയ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള സംഗതി നിങ്ങൾ വില നോക്കിയല്ല വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് പരിചയപ്പെടുത്തുന്ന 1.95 റുപ്യാണ് നമ്മൾ ചോദിക്കണ വില. നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. വണ്ടി മലപ്പുറം ഓട്ടോ ഡീലക്സിലുണ്ട്. ഇത്രയും നേരം നമ്മളെ
വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സമയം ചിലപ്പോൾ എല്ലാവരും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയാനുള്ള കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് വേണം. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ ഓട്ടോ ഡീലക്സുള്ള വാഹനങ്ങളാണ്, ഇത്രയും വണ്ടികൾ വിൽപ്പനക്കായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ അയച്ചാൽ ഏകദേശം 75ഓളം വണ്ടികൾ നമ്മളെടുത്തുണ്ട്. 55,000 റുപ്യ ചോദിക്കണം, 1800 മുതലും നമ്മളെടുത്ത വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വിലൻ്റെ വണ്ടി വേണമെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളി, വണ്ടി നമ്മളെടുത്തുണ്ട്. നമ്മൾ തരുന്നൊരു ഉറപ്പ് എന്താ വെച്ചാൽ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഇല്ലാത്ത വണ്ടിയായിരിക്കും നമ്മൾ തരിക. ഇനി എന്ത് കംപ്ലൈൻറ്റുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണൊക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും തരിക. ഇവിടെ വന്ന് വണ്ടി എടുത്ത ആളുകളോട് ചോദിച്ചാൽ മതി. എല്ലാം തികഞ്ഞവരാന്ന് നമ്മൾ പറഞ്ഞില്ല, പക്ഷെ നമ്മൾ കൊടുത്ത ഒരാളും നമ്മൾ പറ്റിച്ചു നിന്നവരെ പറഞ്ഞിട്ടില്ല. ഓട്ടോ ഡീലക്സിൽ മോനുക്കാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ജുനീദിൻ്റെ അടുത്തോ വന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ എന്തായാലും കുടുങ്ങൂല, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ 10-20 കിലോമീറ്റർ ഓടിയിട്ട് എടുത്തോളി, നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചോളി, അതായത് കമ്പനി കയറ്റി വേണമെങ്കിൽ ചെക്ക് ചെയ്തെടുത്തോളി. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഞങ്ങൾ അത്രയും എന്താ പറയുക ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടുവന്നേക്കണം. ആ ഒരു ചെക്കിങ്ങിൽ നിങ്ങൾക്കും വണ്ടികളൊക്കെ എടുക്കാം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിൻ്റെ എല്ലാ ചങ്ങന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.